നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ചന്ദ്രമതി തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഭാമയോട് പറയണം. ആ രേവതി ഉണ്ടല്ലോ, അവൾക്ക് വേണ്ടിയിട്ടാ രവിയേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നൊന്നുമില്ല. ഭാമ പറഞ്ഞു, എന്തിനാ ചന്ദ്രൻ നീ അവരോട് വഴക്കുണ്ടാക്കാൻ പോന്നേ? അതിന് മാത്രം എന്ത് തെറ്റ ചന്ദ്രൻ? രേവതി സച്ചിൻ നിന്നോട് ചെയ്തേ? ശരിക്കും അവരുടെ ഭാഗത്ത് എന്താ തെറ്റിരിക്കുന്നേ? ആ ശരത്ത് അങ്ങനെ മോഷ്ടിച്ചേന് രേവതിയെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. ഇതേ മിണ്ടരുത്, അവർക്ക് നീ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോ ഭാമ പറഞ്ഞു, സപ്പോർട്ട് ചെയ്തല്ല, ഞാനുള്ള സത്യം പറഞ്ഞല്ലേന്ന് ചോദിച്ചു. നീ കൂടുതൽ സത്യങ്ങളൊന്നും അങ്ങനെ വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയണം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നില്ലേ? പോയേക്കാം, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയേക്കാം. അതോട് കൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നെന്ന് പറഞ്ഞു. ഭാമ പറഞ്ഞു, നീ പോകാൻ വേണ്ടിയിട്ടാണോ ഞാനിത് പറഞ്ഞേ? നീ എങ്ങോട്ട് പോകാനായിട്ടാ? എന്റെ വീട്ടിലേക്ക്. തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ ഇവിടെ നിന്നാ മതി. നീ ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്ര അവിടെ പിടിച്ചു നിർത്തുവാണ്. പിന്നീട് വൈകുന്നേരം കഴിഞ്ഞപ്പോ രേവതിക്ക് ഭയങ്കര വിഷമായി. രേവതിയാണെങ്കിൽ കിടന്ന് കരയുവാണ്. സച്ചി രേവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയണേന്ന് ചോദിച്ചു. അല്ല സച്ചിയേട്ടാ, അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് മെയിൻ കാരണം ഞാനല്ലേന്ന് ചോദിച്ചു. നീയോ? അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അമ്മയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. അതല്ലേ അച്ഛനെ പോലും വകവയ്ക്കാതെ ഇറങ്ങി പോയെന്ന് ചോദിച്ചു. എന്നാലും സച്ചിയേട്ടാ, ശരത്ത് അങ്ങനെ കുറ്റം ചെയ്തുകൊണ്ടല്ലേ അമ്മയെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. എന്റെ രേവതി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, പോയത് പോട്ടെ. അല്ല സച്ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുക. കാര്യം എന്താ? നമുക്ക് വേറെ വീട് മാറിയാലോ? നമുക്ക് തനിച്ചൊരു വീട്ടിൽ പോയി താമസിക്കാം. ഈ വീട്ടിൽ നമ്മൾ ഉള്ളതുകൊണ്ടല്ലേ അമ്മ ഈ വീട്ടിൽ നിന്ന് മാറിയത്. നമ്മൾ വേറെ പോവുകയാണെങ്കിൽ അമ്മ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേന്ന് ചോദിച്ചു. അല്ല സച്ചേട്ടാ, അച്ഛനും അമ്മ ഇന്ന് വരെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ലോ. നമ്മള് കാരണം അതൊരു കാരണവശാലും ഉണ്ടാവരുത്. അച്ഛന്റെ മനസ്സിലെ വിഷമം എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്, അതാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതിനകത്തൊരു കുഴപ്പമില്ല. അച്ഛന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അമ്മ അധികം വൈകാതെ അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഞാന് ഈ വീട്ടിലെ സ്വത്തുക്കളോ കണ്ടാ ഇവിടെ നിൽക്കുന്നതെന്ന്? ഒരിക്കലും അല്ല. അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. നിനക്കറിയാലോ, അച്ഛൻ ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആദ്യം വിളിക്കുന്ന എന്നെയായിരിക്കും. എന്നോട് അത്ര സ്നേഹമായതുകൊണ്ടാ. ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊരു പേടി. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാ. പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ ഇട്ടിട്ട് വേറെ മാറി താമസിക്കാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം രേവതി. എന്റെ മനസ്സ് അങ്ങനെയാ. എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട, ഒരു നയാ പൈസ പോലും ആരുടെയും വേണ്ട. പക്ഷെ എനിക്ക് വേണ്ടത് അച്ഛനെ അമ്മയാ. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം ജീവിക്കണം. പിന്നെ നമ്മുടെ കാര്യം അതിന്റെ ഇടയ്ക്ക് തട്ടി മുട്ടി അങ്ങോട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. രേവതിയോടും സോറി സച്ചേട്ടാ, ഞാനും കരുതി സച്ചേട്ടന്റെ മനസ്സും വേദനിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെയൊക്കെ പറഞ്ഞ്. സാരല്ല രേവതി, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും നടക്കുന്ന. അമ്മ തിരികെ വന്നോളും. പിന്നെ നീ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ശരത്തല്ലേ ചെയ്തേ. അതിനവൻ പ്രായച്ചിത്തം ചെയ്തല്ലോ, അവനത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ രേവതിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും മഹിമ വരുവാണ്. മഹിമയെ കണ്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, മഹിമ വാ ഇരിക്കാനൊക്കെ പറയണം. അല്ല, ഇവിടെയുള്ളവരൊക്കെ എത്തി, ആരെയും കണ്ടില്ലോ. ചന്ദ്രമതി എത്തിയെന്ന് ചോദിച്ചു. ചന്ദ്രമതി ഭാമയുടെ അടുത്തേക്ക് പോയേക്കോ. ആഹാ, അതെന്ത് പറ്റി? രാവിലെ തന്നെ പോയെന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല. എപ്പോഴാ വരണേന്ന് ചോദിച്ചു. എപ്പോഴാ വരണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ചന്ദ്രമതി ഒന്ന് കാണാനുണ്ടായിരുന്നു പറഞ്ഞു. ആ സമയത്ത് രവീന്ദ്രൻ ഒന്നും മിണ്ടില്ല. അപ്പോഴാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇതാരാ ആന്റിയോ? എന്തൊക്കെയുണ്ട് ആന്റി വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മഹിമ ശ്രുതിയുടെ അടുത്തേക്ക് എന്നു. എന്നിട്ട് ഞാനേ മോളെ ഒന്ന് കാണണം, പിന്നെ ചന്ദ്രമതി എന്ന് കണ്ടു കുറച്ചു നാളായല്ലോ, ഒന്ന് കണ്ട് സംസാരിക്കാന്ന് കരുതി വന്നാന്ന് പറഞ്ഞു. അമ്മ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അമ്മ ബഹമാന്റിയുടെ വീട്ടിൽ പോയേക്കുക. ദേഷ്യത്തിൽ പോയേക്കുന്നുണ്ട്, ചിലപ്പം വരാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു. ദേഷ്യത്തിലോ? അതെ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വള്ളി പുള്ളി വിടാതെ ശരത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹി പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങളില്ലേ. ദൈവമേ, ഇനി വല്ലാത്ത നാണക്കേട് തന്നെ. എങ്ങനെ പുറത്തിറങ്ങി നടക്കൂന്ന് പറ. ഇതിപ്പം എനിക്കും ചേട്ടനും വർഷയ്ക്കും എല്ലാവർക്കും നാണക്കേടായല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ എന്റെ ആന്റി, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. രവീന്ദ്രൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നു. കുടിക്കാൻ അങ്ങോട്ട് കൊടുക്കുവാണ് മഹിമയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, കുടിക്കാൻ ആന്റി എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അല്ല, ആന്റി കുടിക്കാനൊക്കെ പറയണം. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു രേവതിക്ക്. കാരണം തന്റെ സഹോദരനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കേലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ആ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി വന്നു കഴിഞ്ഞപ്പോ തന്നെ സുധിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത്
ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയും മഹിമ എല്ലാരും കൂടെ ചേർന്നിട്ട് അത് കേട്ടപ്പോ സഹിച്ചില്ല സച്ചിക്ക്. സച്ചി പറഞ്ഞതേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിലൊരു സംസാരം വേണ്ട, പൈസയും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് തിരികെ കൊടുത്താന്ന് പറഞ്ഞു. മഹിമ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പൈസ തിരികെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? തെറ്റ് ചെയ്തവൻ എന്നും കുറ്റക്കാരൻ തന്നെയാ. ആ സമയത്ത് ശ്രുതി പറഞ്ഞു നീ അങ്ങനെ ന്യായീകരിക്കൊന്നും വേണ്ട, അവൻ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് നിനക്കറിയാലോ, എന്നിട്ട് നാണം ഉണ്ടാവും നിനക്ക് ന്യായീകരിക്കാനായിട്ട്. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു നീ ഒരക്ഷരം മിണ്ടരുത്, എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. ശ്രുതി മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിട്ടുകൊടുത്തില്ല. ആ സമയം ശ്രുതി പറഞ്ഞു അതെ സച്ചി വെറുതെ ശ്രുതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ നല്ല ദേഷ്യം വന്നു. രവീന്ദ്രൻ മഹിമയെ വിളിച്ചു. അല്ലെ നിങ്ങളെ മോളെയും കൂടെ കാണാൻ വേണ്ടി വന്നല്ലേ, പോയി വർഷനെ കണ്ടു പോവാൻ നോക്ക്, ഇനി എന്തായാലും ഇവിടെ വന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കണ്ടെന്ന് പറഞ്ഞു. ദേഷ്യത്തോട് കൂടിയിട്ടാ പറയണേ. അങ്ങനെ വർഷയുടെ മുറിയിലേക്ക് മഹിമ കയറി ചെല്ലുവാണ്. ആ സമയത്ത് ശ്രുതിനെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ മതി, പിന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ വന്ന ഉടനെ ഇതൊക്കെ വിളമ്പേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ ഞാന് കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രന്റെ ദേഷ്യത്തോടെ എങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ശ്രീകാന്തിന്റെ വർഷയുടെ അടുത്തേക്ക് ഇരുന്ന് മഹിമ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, ആ ചെക്ക പാവത്താനെ പോലെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു അതങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ. എന്തബദ്ധം? എന്താണ് ഇതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നീ നിൽക്കേണ്ട പക്ഷേ ശ്രീകാന്തിനും കൂട്ടി എത്രയും പെടുന്നതിന് നീ വീട്ടിലേക്ക് വരാൻ നോക്ക്. പുറത്തെ ആൾക്കാരിഞ്ഞ് എത്ര നാണക്കേടെന്നറിയോ, എനിക്ക് നിന്റെ അച്ഛനൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു ഇതിന്റെ പേരിൽ എന്തായാലും ഞാനും വർഷം അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ആന്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല, കുടുംബമാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്ത എല്ലാ കുടുംബത്തിലും ഉണ്ട്. അതിന്റെ പേരിൽ വീട് വിട്ടുപോകാൻ നോക്കിയാൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷം പറഞ്ഞു അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? ഈ കുടുംബത്തില് പ്രശ്നം കൊടുത്ത് രൂക്ഷമാവാനായിട്ടാ. അമ്മ വന്ന വഴി തന്നെ പോകാൻ നോക്ക്. ശ്രീകാന്ത് പറഞ്ഞു ആന്റി വന്നിട്ട് ഞങ്ങൾക്കിടയിലെ പ്രശ്നം രൂക്ഷമാകാൻ നോക്കരുത്, ഞങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം നല്ല സങ്കടവും ദേഷ്യമായി മഹിമയ്ക്ക്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, സ്വന്തം മോള് തന്നെ തിരിച്ചിരിക്കുമല്ലേ. ഒടിലും മഹിമ നാണം കിട്ട് ഇറങ്ങി പോവാണ്. ആ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ദേവുവിന്റെ കോൾ വരുന്നത്. ചേച്ചി അമ്മയെ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്? അതെ, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കുക, ചോദ്യം ചെയ്യാനാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അതെ മോളെ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. പെട്ടെന്ന് വായിച്ച് എനിക്ക് ആകെപ്പാടെ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സമയം സച്ചി അങ്ങോട്ട് വന്നു. സച്ചിയോട് രേവതി കാര്യം പറയണം. എന്നിട്ട് രേവതി കരയുന്ന കണ്ടപ്പോ സച്ചിയോട് പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, നീ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. എനിക്ക് പേടിയാവുന്നുണ്ട് സച്ചേട്ടാ, അമ്മ അവര് വല്ല ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുവോ? ഇല്ലാന്നേ. അങ്ങനെ അവരൊടുവിൽ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ദേവോട് നിൽക്കുന്നുണ്ടായിരുന്നു. ദേവ് പറഞ്ഞു ശരത്തിനെ അന്വേഷിച്ച പോലീസ് വന്നേ, അവനെ കണ്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയോട് ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന. ഇനിയിപ്പം അവൻ വരാതെ അമ്മയെ വിടത്തില്ല പോലും എന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട, ഞാൻ കയറി സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് സച്ചി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.